ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. From the top of a 7-meter high building, the angle of elevation of the top of a cable tower is 60 degree and the angle of depression of its foot is 45 degree. Determine the height of the tower. കാരണം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗർ തന്നിട്ടില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു മാർക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഫിഗർ വരയ്ക്കണമെന്ന് നോക്കിക്കോ. ഒരാൾ നിൽക്കുന്നത് ടോപ്പ് ഓഫ് എ 7-meter ഹൈ ബിൽഡിംഗ് ആണ്. അപ്പോൾ 7 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇനി ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ കേബിൾ ടവർ, ഇപ്പുറത്തെ ഒരു കേബിൾ ടവർ ഉണ്ട്, അത് ഈ 7 മീറ്റർ ബിൽഡിങ്ങിനേക്കാൾ ഹൈറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ നോക്കുകയെന്നറിയോ. ഈ കേബിൾ ടവറിൻ്റെ ടോപ്പ്, the angle of elevation to the top of the cable tower, ടേബിൾ ടവറിൻ്റെ ടോപ്പ് കാണുന്നത് ആംഗിൾ ഓഫ് എലവേഷനിലാണ്. എലവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ടോപ്പിൽ നിന്നും അയാൾ അപ്വേർഡ് ഡയറക്ഷനിൽ വേണം നോക്കാൻ. അപ്പോൾ ഇവിടുത്തെ കേബിൾ ടവറിന് ബിൽഡിങ്ങിനെയും കാട്ടിലും ഹൈറ്റ് ഉണ്ടാവും. എപ്പോഴും നമുക്ക് ആദ്യം ഒരു സ്ട്രൈറ്റ് വ്യൂ വേണം. ഈ സ്ട്രൈറ്റ് വ്യൂവിൽ നിന്നും അയാൾ നേരെ മുകളിലോട്ട് നോക്കുന്ന ആംഗിള് അത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി ആൻഡ് ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്സ് ആണ്, താഴോട്ട്. ഫൂട്ട് ഓഫ് ദ ടവർ, ഈ പോയിന്റിൽ നിന്ന് തന്നെ അയാൾ ആ ടവറിൻ്റെ ഫൂട്ട് താഴ് ഭാഗം കാണുന്ന ആംഗിൾ സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് ആംഗിൾ ഉണ്ടാക്കുക. ഇവിടെ എല്ലാം ആംഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ട്രേറ്റ് വ്യൂവുമായിട്ടാണ് ആംഗിൾ ഉണ്ടാക്കുക. ഇറ്റ്സ് 45. ഈ ഹൈറ്റ് 7 എന്നും വരും. ഇതാണ് നമ്മളുടെ ചിത്രം. ഈ ചിത്രം വരയ്ക്കുന്നതിന് നമുക്ക് മാർക്കുണ്ട്. ഇനി ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് കാണേണ്ടത്. ഈ സൈഡ് 7 ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡും 7 ആയിരിക്കും. ഇനി ഈ ലെങ്ത് കിട്ടിയാൽ മതി. ഓക്കെ, അതിനെന്താ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നിക്കണ്, അഡ്ജസൻറ്റ് സൈഡ് കാണണം. tan 45 വെച്ചാൽ ഇത് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ tan 60 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റും കിട്ടും. ഈ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടവറിൻ്റെ ഹൈറ്റായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫെയർ ഫിഗർ കാണിച്ചത്, അതാ ഞാൻ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഈ വരച്ച ചിത്രം തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ആദ്യം tan 45 AB ബിൽഡിംഗ് ആണ്, CE കേബിൾ ടവർ ആണ്. അപ്പോൾ ABയും DCയും ഈക്വൽ ആണ്. അപ്പോൾ ഈ DCയുടെ ലെങ്ത് എത്രയാണ്? 7 ആണ്. കാരണം ഈ ഇതേ മെഷർമെൻ്റ് ആയിരിക്കും നമുക്ക് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇനി tan 45 എന്തുകൊണ്ടാണ് tan 45 യൂസ് ചെയ്തത്? നമുക്ക് ADയുടെ നീളമാണ് ഇനി വേണ്ടത്. അതിനാദ്യം ഞാൻ നോക്കിയപ്പോൾ 45 ഇവിടെയാണല്ലോ 90 ഡിഗ്രി വരിക. അപ്പോൾ ഇത് ഹൈപ്പോട്ടനസ് കേട്ടോ. അപ്പോൾ 45ന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് തന്നിട്ടുണ്ട് 7 ആണ്. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് AD, അത് കണ്ടുപിടിക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് DC ആണ്, അഡ്ജസൻറ്റ് സൈഡ് AD ആണ്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ കൊടുക്കാൻ പോകണം. അതിനാദ്യം നമുക്ക് tan 45 എത്രയാണ് നോക്കണ്ടേ. അതിന് ഞാൻ ടേബിൾ വരച്ചു. 45, 45, 90. 45ന് ഓപ്പോസിറ്റ് 1, 45ന് ഓപ്പോസിറ്റ് 1, 90ക്ക് ഓപ്പോസിറ്റ് √2. ഓക്കെ, ഇനി നമ്മളതിൽ കൊടുക്കാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിച്ചോണേ. tan 45 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. 45ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്, അഡ്ജസൻറ്റും 1 ആണ്. അപ്പോൾ tan 45 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 ആണ്. ഓക്കെ, DC അത് 7 സെൻറ്റിമീറ്റർ ആണ്. ABയും DCയും ഈക്വൽ ആണ്, അത് 7 ആണ്. ദെൻ AD കാണണം. നമുക്കിനി ക്രോസ് ചെയ്യാം. 1 × AD ആണ്, 1 × 7 7 ആണ്. അപ്പോൾ ADയുടെ ലെങ്ത് നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. ഇവിടെയും 7 ആയി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് DEയുടെ ലെങ്ത് ആണ്. അതിന് നമ്മൾ tan 60 എടുത്തു. tan 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DE/AD ആണ്. 60ക്ക് ഓപ്പോസിറ്റ് നോക്കിയാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, tan 60 കാണാൻ നമ്മളുടെ 30, 60 വരുന്ന ട്രയാങ്കിൾ എടുത്തു. എന്താണ് tan 60? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് √3/1. DE/AD, AD 7 ആണ്. ക്രോസ് ചെയ്തു. √3 × 7 7 √3, DE × 1 DE. അപ്പോൾ 7 √3 അതാണ് DE. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൈറ്റ് ഓഫ് ദ ടവർ ആണ്. ടവറിൻ്റെ ഹൈറ്റ് കാണാൻ CDയും DEയും കൂട്ടിയാൽ മതി. CD 7 ആണ്, DE 7 √3 ആണ്. അപ്പോൾ 7 + 7 √3 എന്ന് വരും. രണ്ടിലും ആര് കോമൺ ആണ്? 7 കോമൺ ആണ്. 7നെ പുറത്തെടുത്തു. ഏതൊരു നമ്പറിൻ്റെയും കൂടെ 1 ഉണ്ടാവും മൾട്ടിപ്ലൈ ചെയ്യാൻ.
ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 7 പോയാൽ അവിടെ ബാക്കി 1 ഉണ്ട്, ഇവിടുന്ന് 7 പോയാൽ അവിടെ ബാക്കി √3 ഉണ്ട്. അപ്പോൾ 7 × 1 + √3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ അഥവാ ടവറിൻ്റെ ഹൈറ്റ് വരുന്നത്. ഹൈറ്റ് ഓഫ് ദ ടവർ 7 × 1 + √3. √3യുടെ വാല്യൂ നമുക്ക് തന്നിട്ടൊന്നുമില്ല, ഇട്ട് കൊടുക്കാനും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ പോലും തന്നിട്ടില്ല. അപ്പോൾ വാല്യൂ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ.